കൊച്ചി മറൈൻ ഡ്രൈവിലെ കോൺഗ്രസ് നേതൃസംഗമ വേദിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിളങ്ങിയപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ തള്ള് പ്രവർത്തകർക്ക് പോലും താങ്ങാനാകാത്തതായിരുന്നു. പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ നേരിട്ട് കാണാൻ തള്ളിക്കയറിയ അണികൾക്ക് രമേശ് ചെന്നിത്തല വക മുന്നറിയിപ്പാണ് ആദ്യമെത്തിയത്. പന്തലിന് താങ്ങാനാകില്ല, പാർട്ടി അധ്യക്ഷനാണ് വേദിയിലിരിക്കുന്നതെന്ന് നിങ്ങൾ മറക്കരുതെന്നും അല്പം പരുഷമായി തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞു. AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ സംസ്ഥാനത്ത് കിട്ടിയപ്പോൾ തന്റെ സാന്നിധ്യം അറിയിക്കാൻ പെടാപ്പാട് പെടുകയായിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വായ തുറക്കേണ്ട സമയത്തൊന്നും പ്രതിപക്ഷം പ്രതികരിക്കുന്നില്ലെന്നും പരാജയമാണെന്നുമൊക്കെ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും രാഹുലിനെ അടുത്തു കിട്ടിയപ്പോൾ അണികളെ വിരട്ടിയാണെങ്കിലും ആ ശബ്ദം അധ്യക്ഷനെ ഒന്ന് കേൾപ്പിക്കാനായി രമേശ് ചെന്നിത്തലയ്ക്ക്. നിശബ്ദരായി എല്ലാവരും കസേരകളിൽ ഇരിക്കണമെന്നും പന്തൽ പൊളിഞ്ഞു വീഴുമെന്നൊക്കെ പറഞ്ഞ് ചെന്നിത്തല അങ്ങ് സ്റ്റാറായി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തിയത് ആഘോഷിക്കുകയായിരുന്നു നേതാക്കൾ. 10,000-കണക്കിന് ആളുകളാണ് രാഹുൽ ഗാന്ധിയെ ഒരു നോക്ക് കാണാൻ എത്തിയത്. എന്റെ ബൂത്ത് എന്റെ അഭിമാനം എന്ന മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച നേതൃസംഗമത്തിലെത്തിയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ കാണാൻ പ്രവർത്തകർ തള്ളിക്കയറുകയായിരുന്നു. രാഹുൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവേശം സദസ്സിലുണ്ടാക്കിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. പ്രസംഗത്തിനായി ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ചപ്പോൾ തന്നെ സദസ്സ് ഇളകി മറിഞ്ഞു. പ്രസംഗിക്കാനെത്തിയ രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചപ്പോഴും ആർപ്പുവിളികൾ ആവർത്തിച്ചു. നിലയ്ക്കാത്ത ആരവത്തോടെയാണ് ഉമ്മൻചാണ്ടിയെ പൊതുസമ്മേളനത്തിൽ ജനങ്ങൾ സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തും മുഖ്യമന്ത്രി പദവിയിലുമൊക്കെ ഇരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ ജനകീയ ഇടപെടലുകൾ തന്നെയാണ് അതിന് കാരണമായിരിക്കുന്നത്. മറൈൻ ഡ്രൈവിലെ പൊതുപരിപാടിക്കായി കോൺഗ്രസ് നേതാക്കൾ എല്ലാം തന്നെ എത്തിയെങ്കിലും ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു മാസ് എൻട്രി. സ്വാഗത പ്രസംഗം നടത്തിയ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞപ്പോഴായിരുന്നു കയ്യടിയെങ്കിൽ ഉമ്മൻചാണ്ടിയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ മുതൽ ആർപ്പുവിളിയും ആരവങ്ങളും ആരംഭിച്ചു. 20-20 സീറ്റും നേടണമെന്നാണ് രാഹുൽ ആവശ്യപ്പെടുന്നതെന്നും നമ്മൾ ഒരുമിച്ച് നിന്നാൽ അത് നടക്കുമെന്നും പ്രസംഗത്തിനിടെ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ ആർപ്പുവിളികളോടെയാണ് ആ ആഹ്വാനം സദസ്സ് ഏറ്റുവാങ്ങിയത്. മിനിമം വേതനം ഉറപ്പാക്കുക എന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപ്ലവമാണെന്നും അത് രാഹുൽ നടപ്പാക്കുമെന്നും ഉമ്മൻചാണ്ടി ഉറപ്പു നൽകി. സംസ്ഥാനത്ത് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിടാനാണ് രാഹുൽ കൊച്ചിയിലെത്തിയത്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ വന്നിറങ്ങിയ രാഹുലിനെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രിയും AICC ജനറൽ സെക്രട്ടറിയുമായ ഉമ്മൻചാണ്ടി, ശശി തരൂർ MP തുടങ്ങിയ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ചേർന്ന് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചു. അന്തരിച്ച കോൺഗ്രസ് നേതാവും MP-യുമായിരുന്ന MI ഷാനവാസിന്റെ വീട്ടിലേക്കാണ് രാഹുൽ ഗാന്ധി ആദ്യം പോയത്. 100-കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ വിമാനത്താവള പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. MI ഷാനവാസിന്റെ കുടുംബാംഗങ്ങളെ കണ്ട ശേഷമാണ് മറൈൻ ഡ്രൈവിലെ പരിപാടിയിൽ രാഹുൽ പങ്കെടുത്തത്. യോഗത്തിന് ശേഷം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ അരമണിക്കൂർ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം UDF നേതാക്കളെയും രാഹുൽ നേരിട്ട് കാണും. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.